സ്റ്റീവ് ജോബ്സ് കുട്ടികൾക്ക് 17 വയസ്സായ അവാർഡ് മൊബൈൽ ഫോൺ കൊടുക്കൂല, ലോകം അംഗീകരിക്കപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ വ്യക്തികളൊക്കെ ലോകം പരിചയപ്പെട്ട നമ്മളെ കാലത്ത് ജീവിച്ചവരാ. 2012 സ്റ്റീവ് ജോബ്സ് മരിക്കുന്നത്. ബിൽ ഗേറ്റ്സ് ഇപ്പം മരിച്ചിട്ടില്ല. ഇവരൊന്നും 17, 14 വയസ്സാകാതെ ഒരു കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കൂല. നമ്മളോ? അപ്പൊ ഇതൊക്കെ നമ്മൾ തിരുത്തന്നെ വേണം. 10 മണിക്കൂർ മൊബൈൽ ഓഫ് ചെയ്യണം രാത്രി. ഇല്ലാത്ത ഒരാൾ ക്ലാസ്സിൽ വരണ്ട, കഴിയൂല, വരണ്ട, ക്ലാസ്സിൽ വരണ്ട. ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും എണ്ണ ഇട്ട് കുളിക്കണം. ചെവി രോഗങ്ങളിൽ വലിയൊരു ശതമാനം അങ്ങനെ പോകും. എന്നിട്ട് ഈ 2 വിരൽ കൊണ്ട് എന്ത് ചെയ്യണം? ഒരല്പം എണ്ണ എടുത്തിട്ട് എന്ത് ചെയ്യണം? തലയിലെ എണ്ണ ഇങ്ങനെ എടുത്തിട്ട് ഒന്നിങ്ങനെ കാണിക്കാം. ഇവിടെ ആക്കാം. ഇവിടെ ഈ മൂർത്താവിൽ എണ്ണ ഇട്ടാൽ വേസ്റ്റ് ഇതിലൂടെ പോകും. ഇന്ന് മനസ്സിലായില്ല, ഈ ചെവിയിലെ വേസ്റ്റ് പോകുന്നില്ല പലർക്കും. അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എണ്ണ സ്ഥിരമായി ഇട്ടണം. ദിവസത്തെ നല്ലതാണ്. ഏറ്റവും ചുരുങ്ങിയത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എന്ത് ചെയ്യണം? എണ്ണ ഇട്ട് കുളിക്കണം. ഏതാണ് എണ്ണ ഇട്ട് കുളിക്കണം നേരം? ഒന്നിരിക്കൽ സുബഹിക്ക് തൊട്ട് മുമ്പ്, അല്ലെങ്കിൽ സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ. എല്ലാ ജീവികളെയും സ്നേഹിച്ച നേതാവാണ് മുഹമ്മദ് മുസ്തഫ. പിന്നെ 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 സൂര്യൻ ഭയപ്പെടാറുണ്ടോ? ലദാ കബിദിസ്സമാ, മുകൾ ഭാഗത്തെ കരളിലിരിക്കുന്ന, അന്തരീക്ഷത്തിൻ്റെ കരളിൽ ഇരിക്കുന്ന, അന്തരീക്ഷത്തിൻ്റെ ഉയർന്ന ഭാഗം. ആകാശം എന്നല്ല അവിടെ അർത്ഥം. സമാവാത്ത് ആകാശങ്ങളാണ്. ഉയർന്ന എന്തിനും, ഉയർന്ന ഏത് വിധാനത്തിനും എന്ന് പറയും. ഉച്ചിയിൽ ഇരിക്കുന്ന, അന്തരീക്ഷത്തിൻ്റെ അങ്ങേ അപ്പുറത്ത് ഉച്ചിയിൽ ഇരിക്കുന്ന സൂര്യൻ ഭയപ്പെടാറുണ്ടോ? നുബാഹല്ലി മഗ്ലൂലിൽ കിലാബി, കെട്ടിയിട്ട നായയുടെ കുരക്കലിനെ. ലരീറൻ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമെന്ന്. മനസ്സിലായില്ല. നായ കുരക്കുമ്പോഴത്തിന് അതിൽ നടന്നു പോകുന്ന കുട്ടികൾ പേടിയോ? സൂര്യന് പേടിയുണ്ടോ? ഭയങ്കര വർത്താന. റസൂലുള്ളാഹിന്റെ വാതിൽക്കൽ ഇരിക്കുന്ന നിനക്ക് എന്ത് ശത്രുവിനെ പേടിക്കണ്ട്? ഏതുപോലെ? ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് നായ കുരക്കുമ്പോൾ നിങ്ങൾ പേടിയോ? ആർക്ക് പേടിയില്ല? സൂര്യ മേലല്ലേ, മേലല്ലേ എത്തിരിക്കണേ. റസൂലുള്ളാഹിന്റെ വാതിൽക്കല്ല, ഏറ്റവും മേലല്ലേ, നിശ്ചിതിനെ പേടിക്കണേ. ഭയങ്കര ഉപമയല്ലേ. യൂഹ എന്നതൊരു പര്യായ പദമാണ്. സൂര്യൻ്റെ, ഷംസിൻ്റെ പര്യായ പദമാണ് യൂഹ. ഫഹൽ യക്ഷയൻ, ഭയപ്പെടാറുണ്ടോ? യൂഹുൻ, അർത്ഥം പറ. യൂഹുൻ സൂര്യൻ. ലദാ കബിദി സമാ, മുകൾ പരപ്പിലെ കരളിലിരിക്കുന്ന, കബിദ് കരള്, ഹൃദയം. മുകൾ പരപ്പിൻ്റെ കരളിലിരിക്കുന്ന, മുകൾ പരപ്പിലെ കരളിലിരിക്കുന്ന സൂര്യൻ ഭയപ്പെടാറുണ്ടോ? നുബാഹൻ, കുരയെ. ലി മഗ്ലൂലിൽ കിലാബി, നായകളിൽ തന്നെ കെട്ടിയിട്ട ഒരു നായയുടെ കുരയെ. നായന്റെ കുരന്നെ സൂര്യന് പേടില്ല. അതിന് പുറമെ ഈ നായ എന്ത് നായയാണ്? കെട്ടിയിടപ്പെട്ട നായയാണ്. മഗ്ലൂൽ കെട്ടിയിടപ്പെട്ടതാണ്. അങ്ങനത്തെ നായയെ കുറിച്ച് ഭയപ്പെടാറുണ്ടോ? ലരീറൻ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമെന്ന്. സൂര്യൻ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ പൈലെ പോവുകയാണെങ്കിൽ നമുക്ക് പേടിയോ? എന്ത് നായന്റെ അതിനെ കെട്ടിയോ ഇല്ലേ അറിയില്ല. ഇപ്പൊ മോട്ടോർ സൈക്കിളിൽ പോവുകയാണെങ്കിൽ തന്നെ രാത്രി നായ്ക്കൾക്കുണ്ട് ഒരു പിന്നാലെ കൂടുന്ന സ്വഭാവം. അപ്പൊ പേടിയോ? നായ വലിയ ആൾ സ്റ്റേഷനാകുമ്പോൾ നേരെ നമ്മൾ സീറ്റ് കയറി ചാടിയാൽ പേടിയോ? അതേ സമയത്ത് സൂര്യൻ എന്ത് പേടി? സൂര്യൻ എവിടെയിരിക്കും? ലദാ കബിദി സമാ, മുകൾ പരപ്പിന്റെ കരളിലിരിക്കുന്ന സൂര്യനെ ഭയം തോടാറുണ്ടോ? ആരെക്കുറിച്ച്? നുബാഹൻ, ഒരു കുരയെക്കുറിച്ച്. ആരുടെ കുര? ലി മഗ്ലൂലിൽ കിലാബി, നായകളിൽ തന്നെ കെട്ടിയിട്ട നായക്കുള്ള കുര. ആ കുരയെക്കുറിച്ച് ഭയം തോന്നാറുണ്ടോ സൂര്യന്? എന്ത്? ലരീറൻ, തന്നെ ഏതെങ്കിലും വിധത്തിൽ ഈ കുര ബുദ്ധിമുട്ടാക്കുമെന്ന്. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഇന്ന് വേണമെങ്കിൽ പറയാം, കാറിന് പോകുകയാണെങ്കിൽ പേടിയാകും നായത്തെ ചാട്ടം ചാടിയിട്ട് നമ്മളെ എന്താ പറയാ, വിൻഡോ ഗ്ലാസ് പൊട്ടിച്ചുള്ളിൽ ചാടിയാലോ? ഹെലികോപ്റ്റർ പോവുകയാണെങ്കിലോ? അവർക്ക് കൗതുകല്ലേ നായന്റെ കുര.
ഒരാൾ ഹെലികോപ്റ്ററിൽ പോകുകയാണെങ്കിൽ അയാൾക്ക് നായയുടെ കുര എന്താണ് അവനപ്പോൾ ഡയറി എഴുതിക്കൊണ്ടിരിക്കുന്നു. ഞാനിതാ മൂത്തേടം ഭാഗത്തേക്ക് പോകുമ്പോൾ വലിയ ആൾസേഷനായ മുകളിലേക്ക് നോക്കി കരയുന്നത് കണ്ടു. അതേസമയത്ത് നമ്മളതിൽ നടന്നു പോകുകയാണെങ്കിൽ അവിടെ ഡയറി എഴുതാൻ നേരം കിട്ടൂല. കുരയെ ആർക്കുള്ള കുരയെ നീ മഗ്ലൂലിൽ കിലാബി, കിലാബിൽ തന്നെ മഗ്ലൂല് കെട്ടിയിടപ്പെട്ട നായയുടെ കുരയെ. ആ കുരയെക്കുറിച്ച് ഭയം തോന്നുമോ സൂര്യന് വരീറൻ തന്നെ ഏതെങ്കിലും വിധത്തിൽ ബുദ്ധിമുട്ടാക്കുമെന്ന്? മനസ്സിലായില്ലേ? എന്നതുപോലെ മുഹമ്മദ് മുസ്തഫയുടെ കവാടത്തിൽ ഇരിക്കുന്ന നിനക്ക് നീ ആകാശത്തിലിരിക്കുന്ന സൂര്യനെ പോലെയാണ്, മുഗൾ പരപ്പിലെ സൂര്യനെ പോലെയാണ് നീ. ലോകത്തിൻ്റെ ഏറ്റവും വലിയ സൂര്യൻ്റെ സംരക്ഷണത്തിലാണ് നീ എന്തിനു പിടിക്കണത്? അള്ളാഹുവിൻ്റെ ഹബീബിന് ഇഷ്ടമില്ലാത്തൊന്നും ചെയ്യൂല. പിന്നെ നിങ്ങൾ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊന്നും ചെയ്യൂല. നീ മരിച്ചാലും ജീവിച്ചാലും നീ രക്ഷപ്പെടും. ഒന്നുമില്ല. നീ ആരായിട്ട് പേടിക്കണ്ട, പേടിക്കന്നെ വേണ്ട. നീ മൂല്യരായിക്കൊള്ളുന്നില്ല. ഒരു കമ്പ്യൂട്ടർ എൻജിനീയറായ ഒരു എൻജിനീയറായ ഒരു ബാല്യക്കാരനായ ഒരു ചെറുപ്പക്കാരൻ്റെ ഇടക്കിടക്ക് നബിയെ സ്വപ്നം കാണുന്ന സംഭവം എൻ്റെ ഭാര്യ ഞാൻ എന്നോട് പറഞ്ഞു. ഒരു എൻജിനീയർ, ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരു ബാല്യക്കാരനായ എൻജിനീയർ. ആ കുട്ടി ഇടക്കിടക്ക് റസൂലുള്ളാഹിനെ സ്വപ്നം കാണും. പുണ്യ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂല്യരാണോ? അല്ല. അപ്പോൾ ഈ കുട്ടിയെ പറ്റി ഞാൻ ചോദിച്ചു, എന്താ വല്ല ചെയ്യുന്നത്? ഒന്നുമില്ല, ഹറാമൊന്നും ചെയ്യൂല, 5 വക്ത് നിസ്കരിക്കും, ബാക്കി പണിയെടുക്കും, അത് മതി. ഹറാമൊന്നും ചെയ്യൂല, പിന്നെ 5 വക്ത് നിസ്കരിക്കും, വാജിബൊന്നും ഒഴിവാക്കൂല, ഹറാമൊന്നോട്ട് ചെയ്യൂല, പിന്നെ ഡ്യൂട്ടിയാണ് 10-13 മണിക്കൂർ, പിന്നെ അധ്വാനിച്ച് പണിയെടുക്കും, ബസ് അത് മതി. ഒരു സുന്നത്ത് ചെയ്യേണ്ട, ജന്തിത മതി. പറയും സുന്നത്ത് നിർത്താനുമാണുള്ളൊരു ക്ലാസ്. പറയും മനുഷ്യന്മാരെ, ഹറാമ് ചെയ്യരുത്, വാജിബ് ഒഴിവാക്കുകയും ചെയ്ത് ജന്നടാവില്ലേ പാപ്പ. ഇത് സുന്നത്ത് ചെയ്യും, ഹറാമിൻ്റെ കോട്ടയും ചെയ്യും. ഹറാമോട് ഹറാമ് കുറേ സുന്നത്തും ചെയ്യും. എന്താ കാര്യം? 1000 70,000 ലായിലായില്ലല്ലോ. എന്നാൽ ജോലി ലായിലായില്ലെന്ന് ചെല്ലണ്ട, മരിക്കുമ്പോൾ ചെല്ലിയാൽ മതി. ലായിലായില്ല എന്ന ആശയത്തിന് എതിര് ചെയ്യരുത്. അള്ളാനെ പേടിക്കണം, ഹറാമ് ചെയ്യരുത്. ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് 10 മണിക്കൂർ മൊബൈൽ ഓഫാക്കാൻ കഴിയാത്തവർ എൻ്റെ ക്ലാസ്സിന് വരരുത്. വരേണ്ട ഏറ്റി തന്നെ വേണ്ട, അത് നമുക്ക് വേണ്ട. 10 മണിക്കൂർ മൊബൈൽ ഓഫ് ചെയ്യാം. 8 മണി മുതൽ 6 മണി വരെ, 9 മണി മുതലാണെങ്കിൽ 7 മണി വരെ, 9 മണിക്ക് ഓഫ് ചെയ്ത് തുടങ്ങി അതിന് എക്സ്ക്യൂസ് ഇല്ല. ഇനി 10 മണിയാലോ, അങ്ങനെയല്ല. 9 മണിയാണെങ്കിൽ 7 മണിക്ക് തുറക്കാൻ പാടുള്ളൂ. 10 മണിക്കൂർ ലീവ് കൊടുക്കണം മൊബൈൽ. അതൊക്കെ പിന്നെ അതുകൊണ്ടൊക്കെ മനുഷ്യൻ നാശാണെന്ന് മനുഷ്യൻ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു. ഞാൻ അന്നത്തെ പ്രസംഗത്തിൽ പറഞ്ഞില്ലേ, ബിൽഗേറ്റ്സിൻ്റെ കുട്ടികൾക്ക് 14 വയസ്സ് കഴിയാതെ മൊബൈൽ കൊടുക്കൂല. എന്താ അതൊക്കെ പറയുന്നത്? ഐഫോണിൻ്റെ ഫൗണ്ടറാണ് സ്റ്റീവ് ജോബ്സ്. അയാൾ 17 വയസ്സാകാതെ അയാൾ കുട്ടിയൊക്കെ മൊബൈൽ കൊടുത്തിട്ടില്ല. നമുക്ക് 1.5 വയസ്സായ കുട്ടിക്ക് കളിക്കാൻ കൊടുക്കുന്നത്, മലപ്പുറത്തെയും കോഴിക്കോട്ടെയും മാപ്പിളച്ചികൾ കളിക്കാൻ കൊടുക്കുന്നത് എങ്ങനെയാണ് നന്നാകുക? ബിൽഗേറ്റ്സിൻ്റെ കുട്ടികളൊന്നാവും, നിങ്ങളൊന്നാവില്ല. അക്കുട്ടികളൊന്നാവും, നിങ്ങളൊന്നാവില്ല. കാരണം നിങ്ങളെ കുട്ടികളെ ഹാർഡ് ഡിസ്കിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. എന്ത് മൊബൈൽ? അതില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. അതേ തിരിച്ചു പോരി. 10 മണിക്കൂർ മൊബൈൽ ഓഫ് ചെയ്യുക ഡെയിലി. 8 മണി മുതൽ രാവിലെ 6 മണി വരെ. കയ്യൂലേ? കയ്യണ്ട ചെയ്യും. നമ്മളെ സമാജത്തിന് പുറത്തായിക്കോ, നമുക്ക് ആളെ വേണ്ട. നമ്മളിവിടെ സംഘടന ഉണ്ടാക്കുന്നില്ല. നമ്മൾ സംഘടന ഉണ്ടാക്കുന്നില്ല. സംഘടന ഉണ്ടാക്കിയാലല്ലേ ആ ഘോഷയാത്രക്ക് ആള് വേണ്ടുള്ളൂ. നമുക്ക് ഇല്ല, നമ്മൾ ജാഥ നടത്തൂല. സിന്ദാബാദ് സിന്ദാബാദ് അഹമ്മദുള്ള ഖാസിമി സിന്ദാബാദ്, ആ പരിപാടി ഉണ്ടാവില്ല. അപ്പൊ പിന്നെ ആള് കുറഞ്ഞ പ്രശ്നമില്ല, പരിപാടി ഉണ്ടാവും. ഞാൻ മരിക്കണവരുണ്ടാവില്ല. ഞാൻ മരിക്കണവരെ എൻ്റെ പേരിൽ ഒരു സിന്ദാബാദ് വിളി ആഘോഷം ഉണ്ടാവില്ല. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. നമ്മക്ക് വേണ്ടി നമ്മൾ ഇതിൻ്റെ അടിയിലെ സിന്ദാബാദാണ്. നമ്മളവിടെ കബർക്ക് ഇറക്കി വെച്ചാൽ റഹ്മത്തുള്ള ഖാസിമി സിന്ദാബാദ് മുങ്കർ നക്കീർ പറയണം. അതിലാണ് മറ്റേ ഇന്ന് ഇവിടെ സിന്ദാബാദ് വിളിച്ചോ, നാളെ മുർദാബാദ് വിളിക്കും. അതിനൊന്നും അർത്ഥമില്ലടോ.
കേരളം കണ്ട ഏറ്റവും വലിയ മഹാനായ പ്രഭാഷകനാണ് റഹ്മത്തുള്ള ഖാസിമി എന്ന് പറയുന്നതും ഞാൻ കേട്ടതാണ്. കേരളം കണ്ട ഏറ്റവും വലിയ ഹമുക്ക് റഹ്മത്തുള്ള ഖാസിമിയാണെന്ന് പറയണവും ഈ ചവിട്ടിൽ ഞാൻ കേട്ടതാണ്. രണ്ടും ഞാൻ ഈ ചവിട്ടിൽ കേട്ടിട്ടുണ്ട്. എനിക്കത് പ്രശ്നമില്ല. നാട്ടിൽ കാലിത്ത് ഇറങ്ങാറുണ്ടേന്. അപ്പോൾ ഈ ബാല്യക്കാരുട്ടികൾ കാലത്ത് കാക്കാറയും. അപ്പോൾ കാലത്ത് പറയും കാക്കണ്ട, കുറച്ച് നേരം പോകും, കാലത്തേന്ന് പറഞ്ഞാൽ മതി. ഞാൻ അതേ ചൊല്ലുകൊണ്ട് തന്നെ ജംക്കേന്നും കൂടി പറയും. അതോടൊപ്പം തന്നെ കാലത്ത് കാക്കാന്ന് പറയണ്ട, കാലത്തേന്ന് പറയണം, കാക്കണ്ട, കുറച്ച് നേരം പോകും. എങ്ങനെയുണ്ട്? അതല്ല വാക്ക്. അതൊന്നും ഇവിടെ വേണ്ട. നമ്മൾ നന്നാവും. നമ്മളെ ക്ലാസ്സിൽ വരുന്ന ഒരു 10 മണിക്കൂർ മൊബൈൽ ഓഫ് ചെയ്യാൻ കഴിയാത്തവൻ ക്ലാസ്സിൽ വരില്ല. 9 മണിക്ക് എന്തായാലും ഓഫ് ചെയ്യണം. 9 മണിക്ക്. 7 മണിക്ക് മൊബൈൽ ഓഫ് ചെയ്തോ, 5 മണിക്ക് എടുത്തോ, സുബൈനാവും കൊടുത്തിട്ട്. 8 മണിക്ക് ഓഫ് ചെയ്തോ, 6 മണിക്ക് എടുത്തോ. 7:30 ഓഫ് ചെയ്തോ, 6:00 എടുത്തോ. 9 മണിക്ക് ഓഫ് ചെയ്തോ, 7 മണിക്ക് തന്നോ, കുഴപ്പമില്ല. 9 മണിയപ്പുറം എക്സ്ക്യൂസ് ഇല്ല. നേരത്തെ ഉറങ്ങണം. പിന്നെ മന്തി തിന്നാൻ പോകരുത്. അത് നമ്മളെ രീതിയല്ല. കാന യക്റഹുൽ കലാം. ആദ്യം വേണ്ടതടാ മുത്തുനബിയ. കാന യക്റഹുൽ കലാമ ബഅദൽ ഇശാഇ. ഇശ നിസ്കാരം കഴിഞ്ഞാൽ ഇശ ബാങ്ക് കൊടുക്കാൻ നിസ്കരിക്കുക. പിന്നെ വർത്തമാനം പറയൽ റസൂലുള്ളാഹിക്ക് വെറുപ്പാണ്. യക്റഹു വെറുപ്പാണ്. അപ്പൊ ഇന്ന് ഈ സമുദായത്തിലെ 90% റസൂലുള്ളാഹിക്ക് വെറുപ്പാണ്. നമ്മളെ നേതാക്കന്മാരോടും വെറുപ്പാണ്, ബയർലന്മാരോടും വെറുപ്പാണ്, അണിയാരോടും വെറുപ്പാണ്. ഇശ കഴിഞ്ഞാൽ പിന്നെ വായ തുറക്കേണ്ടത് ഇൽമ്, ഭാര്യയുമായുള്ള സല്ലാപ സംസാരം. പിന്നല്ലേ ഭാര്യയുമായി സല്ലാപ സംസാരം നടത്താം. അപ്പോൾ തന്നെ അത് കൂടുകയോ ഉറക്ക് നഷ്ടപ്പെടുത്തുകയോ ചെയ്യാൻ പാടില്ല. ഉറക്ക് നഷ്ടപ്പെട്ടാൽ നശാത്തോടുകൂടെ സുബഹി നിസ്കരിക്കാൻ കഴിയൂല. പെണ്ണുങ്ങളോടുള്ള വർത്താനം കൂടിയാൽ 12 മണിയായി. ഇനി അവൻ ഉറങ്ങിയാൽ 5 മണിക്കൂറെ വിളിക്കണം. എന്നാൽ തന്നെ എണീറ്റാല് കുല്യാൽ കാപ്പുറവും ലാബുദ് മാത്രം ലായൊക്കെ വിടും. അബുദ് മാത്രം അബുദിനേക്കാൾ കള്ളുടിച്ച മതി ഓടുക. മനസ്സിലായില്ലേ? പറഞ്ഞ ചിന്തിക്കും. നമ്മൾ 8 മണി മൊബൈൽ ഓഫ് ചെയ്ത്. ഞാൻ 8 മണി 7:59 മൊബൈൽ ഓഫ് ചെയ്യും. 6:17 ഇന്ന് ഓൺ ചെയ്ത്. 6:17 6:04 6:05 കഴിയോ ഉറപ്പായിട്ട് ഓഫ് ചെയ്യും, ഓണാക്കുള്ളൂ. വേണ്ട, അതിൻ്റെ ലാഭം വേണ്ട, ആയിക്കോട്ടെ ലാഭം വേണ്ടെന്നാൽ നമ്മളിതൊക്കെ ഒന്ന് പഠിക്കണമല്ലോ. നമ്മളിങ്ങനെ പോയാൽ പോലല്ലോ. മനസ്സിലായില്ല? അതായത് ബിൽഗേറ്റ്സിൻ്റെ അദബ് പോലും നമുക്കില്ലെങ്കിലും എന്താണ് നമ്മളെപ്പറ്റി നമ്മൾ വിചാരിക്കുന്നത്? എല്ലാ മൗലിദ് യോഗത്തിനും, എല്ലാ ദർസുദ്ഘാടനത്തിനും, എല്ലാ പള്ളി ഉദ്ഘാടനത്തിനും, എല്ലാ സാംസ്കാരിക സമ്മേളനത്തിനും നമ്മളെ നേതാക്കൾ ഓടുകയും നമ്മൾ കേൾക്കുകയും ചെയ്യുന്ന ആയത്തി കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, നിങ്ങളാണ് ഉത്തമ സമൂഹം, മാനവ സമൂഹത്തിന് പാഠം പഠിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ നിയോഗിക്കപ്പെട്ടത് എന്നല്ലേ പറഞ്ഞ്. നമ്മൾ ഉത്തമ സമൂഹമാണ്. ഇന്ന് എന്ത് നന്മയുള്ളത്? സ്റ്റീവ് ജോബ്സ് കുട്ടികൾക്ക് 17 വയസ്സായ ആവാതെ മൊബൈൽ ഫോൺ കൊടുക്കൂല ലോകം അംഗീകരിക്കപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ വ്യക്തികളൊക്കെ ലോകം പരിചയപ്പെട്ട നമ്മളെ കാലത്ത് ജീവിച്ചവരാ. 2012 സ്റ്റീവ് ജോബ്സ് മരിക്കുന്നത്. ബിൽഗേറ്റ്സ് ഇപ്പോൾ മരിച്ചിട്ടില്ല. ഇവരൊന്നും 17 14 വയസ്സാകാതെ അവരെ കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കൂല. നമ്മളോ? അപ്പൊ ഇതൊക്കെ നമ്മൾ തിരുത്തന്നെ വേണം. 10 മണിക്കൂർ മൊബൈൽ ഓഫ് ചെയ്യണം രാത്രി. ഇല്ലാത്ത ഒരാൾ ക്ലാസ്സിൽ വരണ്ട, കഴിയൂല, വരണ്ട, ഈ ക്ലാസ്സിൽ വരണ്ട, അല്ലാതെ ഈ ക്ലാസ്സിൽ വരണ്ട. ഒരു നിയമം കൂടി പറഞ്ഞുതരട്ടെ. മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി ഒന്നും എടുക്കാത്തൊരു ക്ലാസ്സിൽ വരണ്ട. അതാണ് നിന്റെ ആരോഗ്യത്തിൻ്റെ മർമ്മം. നിന്റെ വായു ക്ലിയർ ആണെങ്കിൽ ആദ്യം എന്ത് തടസ്സം നീക്കണം? ഇന്ന് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റിയാണ് പരിപാടിയല്ല. ശക്തിയായ സുന്നത്താണ് എന്ത്? മൂക്കിൽ വെള്ളം ചീറ്റിച്ച് അതിനെ നസ്യം ചെയ്യുക എന്ന് പറയാം. അപ്പോൾ നാച്ചുറോപ്പതിയിൽ ഒരു ചികിത്സ നസ്യം ചെയ്യുന്ന പറഞ്ഞാൽ അതെന്താണെന്നുണ്ടെങ്കിൽ വെള്ളം ഇങ്ങനെ കയറ്റിയിട്ട് അടച്ചിട്ട് പിടിച്ചിട്ട് ഇതിലടി ചീറ്റും, ഇവിടെ കയറ്റിയിട്ട് ഇതിലടി ചീറ്റും. നാച്ചുറോപ്പതിയിൽ പ്രത്യേക ഉപകരണമുണ്ട്. ഇങ്ങനെ ചീറ്റി ഒഴിവാക്കിയതിന് ശേഷം ഇങ്ങനെ
ഇങ്ങനെ വെള്ളം ഇങ്ങനെ അടച്ചിട്ട് ഇവിടെ വാൽവ് വെക്കും, എന്നിട്ട് ഇതിലങ്ങനെ ഒലിക്കും, പിന്നെ ഇവിടെ വെക്കും, ഇങ്ങനെ ഒലിക്കും. ഇപ്പം എന്തായി? മൂക്ക് ക്ലിയറായി. മൂക്ക് ക്ലിയറായാൽ വായു സഞ്ചാരം ക്ലിയറായി. വായു സഞ്ചാരം ക്ലിയറായാൽ രോഗം ഉണ്ടാവില്ല. രോഗം, ആരോഗ്യത്തിൻ്റെ മർമ്മം എന്താ? നിൻ്റെ ഓരോ സെല്ലുകളിലേക്കും എന്തെത്തണം? ഓക്സിജൻ എത്തണം. നിൻ്റെ സെല്ലിലേക്ക് ഓക്സിജൻ എത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട തടസ്സം എന്താ? എവിടെ കിടക്കണത്? മൂക്ക്. ബാക്കിയൊക്കെ പിന്നല്ലേ, ബാക്കിയൊക്കെ അള്ള തുറന്നു വെച്ചിരിക്കണം. ഇത് ചടക്കും. അതായത് ഇവിടെ വേസ്റ്റ് വരും. ഈ വേസ്റ്റ് വരുമ്പോൾ മനസ്സിലാവേണ്ട പറഞ്ഞു, വേസ്റ്റ് വരുമ്പോൾ സ്വാഭാവികമായും ആ വേസ്റ്റ് അവിടെ അടിയും. ഞങ്ങളോട് കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും എണ്ണ ഇട്ട് കുളിക്കണം. ചെവി രോഗങ്ങളിൽ വലിയൊരു ശതമാനം അങ്ങനെ പോകും. എന്നിട്ട് ഈ 2 വിരൽ കൊണ്ട് എന്ത് ചെയ്യണം? ഒരല്പം എണ്ണ എടുത്തിട്ട് എന്ത് ചെയ്യണം? തലയിലെ എണ്ണ ഇങ്ങനെ എടുത്തിട്ട് ഒന്നിങ്ങനെ കാണിക്കുക. ഇവിടെ ആക്കുക. ഇവിടെ ഈ മൂർത്താവിൽ എണ്ണ ഇട്ടാൽ വേസ്റ്റ് ഇതിലൂടെ പോവും. ഇന്ന് മനസ്സിലായില്ല, ഈ ചെവിയിലെ വേസ്റ്റ് പോകുന്നില്ല പലർക്കും. അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എണ്ണ സ്ഥിരമായി ഇട്ടണം. ദിവസം ഇട്ടാൽ നല്ലതാണ്. ഏറ്റവും ചുരുങ്ങിയത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എന്ത് ചെയ്യണം? എണ്ണ ഇട്ട് കുളിക്കണം. ഏതാണ് എണ്ണ ഇട്ട് കുളിക്കണം നേരം? ഒന്നിരിക്കൽ സുബഹയ്ക്ക് തൊട്ട് മുമ്പ്, അല്ലെങ്കിൽ സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ ഒരു 1/2-3 മണിക്കൂർ എണ്ണ ഇട്ട് നിൽക്കണം. ഒരു നല്ല ഒരു മുണ്ടെടുത്ത് ഒരു ടർക്കി എടുത്ത് നിന്നോ. ആ സമയത്തൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണം. ആഴ്ചയിൽ ഒരിക്കൽ നിർബന്ധമായും വേണം. മനസ്സിലാണ്ട് പറഞ്ഞത്? ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തിൻ്റെ മർമ്മമാണ്. അതേപോലെ ആരോഗ്യത്തിൻ്റെ മർമ്മമായൊരു കാര്യം ഞാൻ പറഞ്ഞത്, ഇപ്പോൾ പറഞ്ഞത് എന്ത്? മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റാത്ത ആളുകൾ ക്ലാസ്സിൽ വരണ്ട. തലച്ചോറ് വർക്ക് ചെയ്യണമെങ്കിൽ ഇത് ലെവലാകണം. വായ മൂക്ക് ലെവലായാലേ എന്ത് തുറക്കൂ. ലൗല അശുഖ അൻ ഉമ്മത്തി ലഅമർതുഹും ബിസിവാക് എന്ന് മുഹമ്മദ് മുസ്തഫ. അവർക്ക് ബുദ്ധിമുട്ടാകില്ലായിരുന്നുവെങ്കിൽ മിസ്വാക്ക് ഞാൻ നിർബന്ധിക്കുമായിരുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ. ഇസ്ലാമിൽ വാജിബാകേണ്ട കർമ്മമായിരുന്നു എന്ത്? മിസ്വാക്ക് വാജിബാണ്ടായിരുന്നു. റഹ്മത്ത് കൊണ്ട് സുന്നത്തായതാണ്. വാജിബിൻ്റെ സ്ഥാനമാണ് മിസ്വാക്കിന്. മിസ്വാക്ക് കൊണ്ട് ഒളുവെടുക്കുന്നതും മിസ്വാക്കില്ലാതെ 70 ഒളുവെടുക്കുന്നതും നോക്കിയാൽ ഏറ്റവും നല്ലത് മിസ്വാക്ക് കൊണ്ട് വേണ്ടി ഒളുവെടുക്കലാണ്. ഒരു ഉള്ളു എന്ത് പറഞ്ഞേ മിസ്വാക്കോട് കൂടി ഒരു ഉളു ചെയ്യുന്നതും മിസ്വാക്കില്ലാതെ 70 ഉളു ചെയ്യുന്നു നോക്കിയാൽ മിസ്വാക്കോട് കൂടി ഒരു ഉളു ചെയ്യുന്നതിനാണ് സ്ഥാനമുള്ളത്. ഇതൊക്കെ ഇതിന് പഠിക്കണം. ഇതിനെല്ലാം പഠിക്കണം. ഞാൻ അങ്ങനെ പരത്തി പറയണത് നമ്മുടെ സ്വഭാവം, നമ്മളിങ്ങനെ പാടിപ്പോയിട്ട് കാര്യമില്ല. നമ്മുടെ സ്വഭാവം നന്നാവണം. സ്വഹാബികൾ ഇതില്ലാതെ അവർക്കിടെ ആശുപത്രിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഒരു തെജ്ദീദിൽ ഉളു അവർ സുന്നത്തായി കൊണ്ടുനടക്കും. ഇടക്കിടക്ക് ഉളു പുതുക്കും. മനസ്സിലായി? ഈ പുതുക്കുമ്പോഴൊക്കെ എന്ത് നടക്കുന്നുണ്ട്? 3 തവണയെങ്കിലും എന്ത് കയറ്റി ചീറ്റും? വെള്ളം കയറ്റി ഇങ്ങനെ കയറ്റി ഇടത്തെ കൈയുണ്ട് വലിച്ച് ആദ്യത്തേൽ ശരിക്ക് അതിശക്തമായി ചീറ്റണം. ഇവിടെ അയാൾ കിടക്കണുണ്ടാവും. ആര്? പിശാച്ച് ഇവിടെ കിടക്കും. ചീറ്റിക്കളയണം രാവിലെ. അതിരാവിലത്തെ വുളൂഇന് നല്ലോണം ശക്തിയായി ചീറ്റണം. അതിരാവിലെ അതെ, ആദ്യം കുറച്ച് ഏരിയൊക്കെ ഉണ്ടാവും. ആദ്യം ആ ഏരിയൊക്കെ ഉണ്ടാവും. മറ്റോൻ്റെ കളിയാ. മറ്റോടെ പോയാൽ പിന്നെ ഉണ്ടാവില്ല. ഇപ്പം എന്നോട് മിഞ്ഞാന്നൊരു വയസ്സായ കാക്ക, ഒരു നല്ല മനുഷ്യൻ, അയാൾ നല്ല മനുഷ്യനാണ്. അയാൾ എന്നോട് പറഞ്ഞു, അത് രാവിലെ ചീറ്റി കഴിഞ്ഞാൽ എന്തോ ഒന്നാണ് ഇറങ്ങിപ്പോയ മാതിരിയാ. അപ്പം ഞാൻ പറഞ്ഞു, മറ്റവനാണ് പോകണമല്ലേ. ആരോ എൻ്റെ കൂടെ ഉണ്ടല്ലോ അത് പറയുമ്പോൾ, മുനീറോ കോയമകാക്ക, ടൗണിലെ അതെ. ചിന്തിക്കാൻ അതൊക്കെ ചെയ്യണം. ഒന്ന് എടുക്കുമ്പോൾ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റാത്തവർ എൻ്റെ ക്ലാസ്സിൽ വരരുത്. എൻ്റെ ആയുസ് അല്ലാഹ് തീരുമാനിച്ചു. ആരോഗ്യം ഈ ഉണ്ടാക്കണം. ആയുസ് റബ്ബ് തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ ആരോഗ്യം സൃഷ്ടിക്കണം. ആരോഗ്യം എൻ്റെ കയ്യിൽ.
ഏറ്റവും നിന്റെ ഓരോ സെല്ലിലേക്കും സെല്ല് അള്ളാഹു തുറന്നു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ വേസ്റ്റ് ഉണ്ടാകരുത്. ഇവിടെ വേസ്റ്റ് ഉണ്ടായ സെല്ലിലേക്ക് വായു കയറൂല, ഓക്സിജൻ കയറൂല. ചീറ്റ് തന്നെ വേണം, ശരിക്കും ചീറ്റണം. എന്റെ വരക്കാർ പണ്ട് പറയും ചീറ്റുമ്പോ, പിന്നെ ഇപ്പൊ അവരും പഠിച്ചു, മൂക്ക് പറഞ്ഞു നിങ്ങളാ രാവിലത്തെ ആ ചീറ്റൽ എങ്ങനെ കേട്ടാ മൂക്ക് പറയ പഠിച്ചോനെന്ന് തോന്നല് ഞങ്ങൾക്ക്. മൂക്ക് പറഞ്ഞോട്ടെ, മൂക്ക് പറയില്ല നോക്ക് തോന്നാണ്, മൂക്കാണ് പറയുന്നത്. മനസ്സിലായ? ചീറ്റ് ഒഴിവാക്കണം. എന്നിട്ട് ഇടയ്ക്കിടക്ക് ഊന്ന് കൊടുക്കുമല്ലോ, ഊന്ന് കൊടുക്കുമ്പോഴെല്ലാം എന്ത് ചെയ്യാം, വെള്ളം മൂക്കിൽ കയറ്റി ചീറ്റ. മിസ്വാക്കും നമ്മൾ ചെയ്യും. ഇപ്പൊ പറ്റേ മറന്നുപോയ സുന്നത്ത് അതാ. സുന്നത്തെ അയാത്താക്കുമ്പോഴല്ലേ 100 ചെയ്തതിനെ കൂടി അത് നമുക്ക് വാങ്ങണം. ഇപ്പോൾ നാട്ടിലില്ലാത്തൊരു സുന്നത്താണ് എന്ത്? മിസ്വാക്കല്ലേ മോനെ, എന്ത് മിസ്വാക്കും ഇപ്പൊ എല്ലാവരും ചെയ്യും, ഏകദേശം ഉണ്ട്. എന്ത് തീരല്ല, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം പരിപാടിയില്ല. അത് ശക്തിയായി ചെയ്യണം. കാരണം അവിടെയാണ് ഇതെല്ലാം കിടക്കുന്നത്. അത് പോയാലോ റോഡ് ക്ലിയറായി, പിന്നെ അങ്ങനെ ഒറ്റ ബ്ലോക്കാണ്. ഇടയ്ക്കിടയ്ക്ക് ആ നസ്യം ചെയ്യുന്ന നാച്ചുറോപ്പതിയിൽ ഇത്ര പോകുന്നൊരു സാധനമുണ്ട്, എൻ്റെ വീട്ടിലുണ്ട് സാധനം. ഇങ്ങനെ വെള്ളം മൂക്കിൽ ക്ലിയർ ആയി കഴിഞ്ഞാൽ ആദ്യം കഴിയില്ല, 1, 2, 3 മൂക്ക് ക്ലിയർ ആയി കഴിഞ്ഞാൽ വെള്ളം ഇവിടെ ഒഴിക്കുക. എന്നിട്ടോ വെള്ളം ഇങ്ങനെ ആക്കിയാൽ ഇതിലങ്ങനെ വെള്ളം വരും. അപ്പൊ മനസ്സിലാക്കാം മൂക്ക് ക്ലിയർ ആണ്. പിന്നെ അങ്ങനെ ആക്കിയ ഇങ്ങനെ വരും. ഒരു ലേശം വെള്ളം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു ലേശം വെള്ളം വെക്കുക. വെള്ളത്തിൽ കണ്ണ് തുറന്നു വെക്കുക. കണ്ണിൽ വേസ്റ്റ്, മനസ്സിലായില്ലേ? കണ്ണിൽ വേസ്റ്റ് ഉണ്ടാവും, അതോട് പോവും. കണ്ണിങ്ങനെ അലക്കല്ലേ വേണ്ട, അത് കണ്ണ് ഇങ്ങനെ അലക്കുന്ന കേടാണ്. കണ്ണ് വെള്ളത്തിൽ തുറന്നു വെക്കുക. കണ്ണ് വെള്ളത്തിൽ പോയിട്ട് തുറക്കുക. കണ്ണ് പൂട്ടി വെള്ളത്തിൽ പോവുക. മനസ്സിലായില്ലേ? കണ്ണ് പൂട്ടിട്ട് വെള്ളത്തിൽ പോവുക. വെള്ളത്തിൽ മനസ്സിലായില്ല എത്തിയ ശേഷം എന്ത് ചെയ്യുക? അത് തുറക്കുക. അത് തുറന്നാൽ അങ്ങനെ 2, 3 തവണ, പ്രത്യേകിച്ച് ഈ മുങ്ങി കുളിക്കുമ്പോൾ വലിയ ഗുണമാണത്. ഇത് ഒരു ബക്കറ്റിൽ വെള്ളം വെച്ച് ചെയ്താളാം, അല്ലെങ്കിൽ ഒരു തൊട്ടിയിൽ വെള്ളം വെക്കുക. എന്നിട്ട് കണ്ണൊരു 3 വട്ടെങ്കിലും ആഴ്ചയിൽ അതിൽ തുറക്കുക. അപ്പോൾ കണ്ണിന്റെ ഉള്ളിലുള്ള ഒരുപാട്, മനസ്സിലായില്ല, ഒരുപാട് ഡസ്റ്റുകൾ ഉണ്ടാവും. ഈ ഡസ്റ്റ് വന്ന് അടിയും, പല സൈസ് ഡസ്റ്റുകൾ വന്ന് ഇതിലടിയും. ഇതൊക്കെ ഇതിൽ പോവും, ഈ വെള്ളത്തിലോട്ട് പോവും. ആ വെള്ളം ഒഴിവാക്കുക. കണ്ണ് ക്ലിയറായി, മൂക്ക് എപ്പോഴും ക്ലിയറാണ്. ഇതൊക്കെ തന്നെയല്ലേ മനുഷ്യന് ആവശ്യമുള്ള അവയവങ്ങളാണ് ഇതെല്ലാം. ഇതൊക്കെ ശ്രദ്ധിക്കണം നമ്മള്, മനസ്സിലായില്ലേ? നമ്മളിങ്ങനെ മന്തി കൂട്ടിയാ പോരാ, മന്തി ഇങ്ങനെ തിന്നു കൂട്ടുക അതല്ല. നമ്മൾ മുസ്ലിമീങ്ങളാണ്, നമ്മളെല്ലാം ക്ലിയറാണ്. മരിക്കണത് വരെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആകെ ഉഹദ് യുദ്ധത്തിൽ ഒരു പല്ല് പൊട്ടിയെന്നല്ലാതെ ഒന്നുമില്ലല്ലോ, കേടില്ലല്ലോ, കണ്ണട വെച്ചിട്ടില്ലല്ലോ. എന്ത് അത്ര ആരോഗ്യവാനാണ്. ആകെ 63 വയസ്സിൽ മരിക്കുമ്പോൾ 17, 18, 19 മുടിയെ നരച്ചിട്ടുള്ളൂ. അത് തന്നെ ഹൂദ് സൂറത്ത് ഇറങ്ങിയപ്പോൾ നിരച്ചതാണെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ആരോഗ്യത്തിന് ഒരു കേടുമില്ല. വയസ്സായ ആൾ കല്യാണം കഴിക്കാൻ പാടില്ലെന്ന് അപ്പം ഈ ഊതിക്കണത്. എന്നെപ്പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ 25 വയസ്സിൽ എന്നെ കല്യാണം കഴിക്കാൻ പാടില്ല. കാരണം ആ ജാതി ആ കോലത്തിലാണ് ജീവിക്കുന്നത്. ഇതല്ല, ഇത് 18, 19 മുടിയെ നരച്ചിട്ടുള്ളൂ. അത് ഷയ്യപ്പത്തിന് ഹൂദ് എന്നെ നിരപ്പിച്ചത് ഹൂദ് സൂറത്താണ്, അല്ലാതെ വയസ്സല്ല, വയസ്സായിട്ടില്ല. വയസ്സ് എന്നൊരു സംഗതി ഇല്ല. അത് ഞങ്ങളുടെ മനസ്സിനാണ് വയസ്സ്. നമ്മളെപ്പറ്റി ചിന്തിക്കും, എൻ്റെ കാര്യമൊക്കെ പോക്കേക്കാം, എൻ്റെ കിഡ്നിയൊക്കെ അങ്ങെത്തിയിട്ടുണ്ടാവും എന്ന് ഈ സ്വയം ചിന്തിക്കും. അതോടുകൂടെ കിഡ്നി പോയി. തന്നെ നിനക്ക് വേണ്ടത് ഹിമ്മത്താണ്. 40 വയസ്സ് മുതൽ ഷുഗർ ഉണ്ടായിട്ട് ഇതുവരെ ഗുളി കുടിക്കാത്ത ഒരാളെ നോക്കിക്കോളി. 58 വയസ്സായി, ഗുളി കുടിച്ചില്ല, കുടിക്കൂല. ഇൻഷാ അല്ലാഹ് അള്ളാഹു സഹായിക്കട്ടെ. വൽപ്പത്തരം പറയല്ല. എന്തുകൊണ്ട് എനിക്ക് ഒരു ഹിമ്മത്തുണ്ട് എൻ്റെ റബ്ബിൻ്റെ തൗഫീഖിനാൽ. ഹിമ്മത്ത് എന്തിനേയും തോൽപ്പിക്കും. ഞാൻ മന്ത്രിച്ചൂതി വെള്ളം കുടിക്കും, ഇവിടെ അള്ളാഹ് ക്ലാസ്സിൽ വെക്കുന്ന വെള്ളം കുടിക്കും. റബ്ബിനോട് പറയും, ഇന്ന് സുബഹിൻ്റെ തൊട്ട് മുമ്പ് ഞാൻ സംസം വെള്ളം ഒരു തുള്ളി എൻ്റെ നാവിലൊറ്റിച്ച് പറഞ്ഞിട്ടുണ്ട്, റബ്ബെ എനിക്ക് ഷുഗർ കൂടരുത്. മരുന്ന് കുടിച്ച് കഴിഞ്ഞു, ഇനി മരുന്ന് മതിയല്ലോ, അടുത്ത 24 മണിക്കൂറിനുള്ളിൽ അടുത്ത മരുന്ന് കുടിക്കും. ഒരു തുള്ളിയുള്ളൂ, ഒരു തുള്ളി.
അതിനല്ലേ സംസം വെള്ളം, അതല്ലേ നമ്മളെ മരുന്ന്. ഞാൻ ഇന്ന് സുബഹയ്ക്ക് മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എല്ലാ ദിവസവും നമ്മൾ സംസം വെള്ളം കുടിക്കണം. ഒരു തുള്ളി മതി, ഒറ്റ തുള്ളി. ഒരു ഉംറക്ക് പോണ ആളുകളെ പോയി കണ്ട് അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം എന്ന് പറഞ്ഞാണ്ട് ഒരു 10 മിനിറ്റ് നല്ല വർത്താനം പറഞ്ഞാൽ ഒരു കുപ്പി വെള്ളം ഏതായാലും തരുമല്ലേ? ഉംറക്ക് പോണില്ലേ ആളുകൾ? നമ്മക്കതില്ലേ സത്യമല്ലേ? ഒരു മുട്ടുണ്ടപ്പോൾ നമ്മൾ ഇല്ല ഇല്ല ഇല്ല. എൻ്റെ റബ്ബ് ഇൻഷാ അല്ലാഹ് എൻ്റെ കയ്യിലുണ്ട് സംസം വെള്ളം, എന്നും ഉണ്ടാവും റബ്ബിൻ്റെ സഹായത്താൽ. ഞാൻ സുബഹിൻ്റെ മുമ്പ് കുടിച്ചിട്ടുണ്ട്, ഇന്ന് ഈ ക്ലാസ് കയറുന്ന മുമ്പ് സംസം വെള്ളം കുടിച്ചിട്ടുണ്ട്. റബ്ബേ എൻ്റെ കാര്യം ചെറായത്താക്കി തരണേ, എനിക്ക് ഷുഗർ കൂടരുതേ, മരുന്ന് കുടിച്ചല്ലോ ഇനി നാളെ കുടിക്കണം. അതൊക്കെ അത് അതിലെന്തൊക്കെ ഉണ്ട്, അതിലെന്തൊക്കെയുള്ളത്? സംസം വെള്ളത്തിൽ എന്തൊക്കെയുള്ളത്? എൻ്റെ ഹബീബ് റസൂലുള്ളാഹിന്റെ ഉമിനീരുണ്ട്, അത് മരുന്നാണ്. തബീബുൽ അത്തിബാവ്, ലോകത്തെ ഏറ്റവും വലിയ ഡോക്ടർ മുഹമ്മദ് മുസ്തഫയാണ്, അതിൽ തുപ്പിനീര് വെച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ ഉമിനീര് എന്തിലുണ്ട്? അന്ന് മുതൽ ഇന്ന് വരെ സംസം വെള്ളം വച്ചിട്ടില്ലല്ലോ, അപ്പോൾ വറ്റാതെ ആ ഉമിനീര് അതിൽ നിലനിൽക്കുന്നുണ്ട്. എന്ത്? റസൂലുള്ളാഹിന്റെ ഉമിനീര് 3 മുറുക്കായി കുടിക്കുക. ഓരോ മുറുക്കനും ബിസ്മിയും അൽഹംദുലില്ലയും, അതെൻ്റെ സുന്നത്താണ്. എന്ത്? ഇന്ന് മുതൽ എന്നും ചെയ്താൽ 3 തുള്ളി മതി, പക്ഷെ 3 ആക്കുക. ഓരോന്നിനും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുക. ഉദ്ദേശം നിയത്ത് പറയാ, ഒരു സംസം വെള്ളം 1 തുള്ളി, പിന്നെ അൽഹംദുലില്ലാ എന്നറിയാം. പിന്നെ അടുത്ത് നിയത്ത് പറയാ, ബിസ്മില്ല, 1 തുള്ളിയും കൂടി കുടിക്കുക, അൽഹംദുലില്ലാ. 3 വട്ടം നിയത്ത് പറയാം, 3 വട്ടം ബിസ്മിയും 3 വട്ടം അൽഹംദുലില്ലാ. തുടങ്ങുമ്പോൾ ബിസ്മി, തീരുമ്പോൾ ഓരോന്നിനും അങ്ങനെയാണ് കുടിക്കാറുള്ളത് റബ്ബിന്റെ സഹായത്താൽ. പിന്നെ നിങ്ങൾ പേടിക്കണ്ടാണ്. ലിമാ ശുരിബ ലഹു, എന്തിനാണോ അത് കുടിച്ചത് അതിനുള്ളതാണ്. അപ്പൊ ഞാൻ കുടിക്കുമ്പോൾ ഷുഗർ പോകാൻ അതിനുള്ളതാണ്, കടം വിടാനാണോ അതിനുള്ളതാണ്, ആരോഗ്യത്തോടെ ജീവിക്കാനാണോ അതിനുള്ളതാണ്. മാഉ സംസമിൻ ലിമാ ശുരിബ ലഹു, ഹബീബാ നബി പറഞ്ഞു. എന്താ പറഞ്ഞേ? മാഉ സംസമിൻ ലിമാ ശുരിബ ലഹു, എന്തിനു വേണ്ടിയാണോ സംസം കുടിച്ചത് അതിനു വേണ്ടിയാണ് സംസം. എന്തിനെന്നില്ല. എന്റെ കടം വീഴണേ എന്നാ അതിനുള്ളതാണ്, എന്റെ ഷുഗർ പോകണേ എന്നാ അതിനുള്ളതാണ്, എനിക്ക് ആരോഗ്യം വേണേ എന്നാ അതിനുള്ളതാണ്, ഹജ്ജിന് പോണേ എന്നാ അതിനുള്ളതാണ്. മാഉ സംസമിൻ, സംസം വെള്ളം, ലിമാ ശുരിബ ലഹു, എന്തിനു വേണ്ടിയാണോ അതിനെ കുടിച്ചത് അതിനുള്ളതാണ്. മനസ്സിലായില്ലേ? അവസാനിപ്പിക്കാം. നമ്മൾ മാറിയേ മതിയാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവും, നമ്മൾക്കിതാ ഒന്നുകൂടി നമ്മൾ കോൺഫിഡൻ്റ് ആവും. നമുക്ക് പ്രശ്നമില്ല, എൻ്റെ റബ്ബിൻ്റെ സാര്യം സംരക്ഷിക്കും. പറഞ്ഞല്ലോ എന്താ? വല്ലാത്ത വാക്കല്ലേ. فهل يخشين ينروح فهل يخشين يوح لدى كبد السماء نباحا لمغلول الكلاب ضريرا. فهل يخشين, ഭയപ്പെടാറുണ്ടോ? യൂഹുൻ, സൂര്യൻ, ലദാ കബദി സമാ, മുകളിന്റെ മുകളിലുള്ള കരളിരിക്കുന്ന, മുകൾ ഭാഗത്തെ കരളിരിക്കുന്ന സൂര്യൻ ഭയപ്പെടാറുണ്ടോ? നുബാഹൻ, കുരയെ, ലിമഗ്ലൂലിൽ കിലാബി, കെട്ടിയിട്ട നായയുടെ കുരയെ. ആ കുരക്ക് ഭയപ്പെടാറുണ്ടോ? ളരീറൻ, ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ട് തനിക്കുണ്ടാകുമെന്ന്. നായ എങ്ങനെ കുരച്ചാൽ തനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് നായയുടെ കുര കേൾക്കുമ്പോൾ സൂര്യൻ ഭയപ്പെടാറുണ്ടോ എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാതിൽക്കൽ ഇരിക്കുന്ന ഒരു അള്ളാഹുവിന്റെ അടിമ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. നമുക്ക് എന്തിനും നബി മതി, മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. 2 വരിയെ ചൊല്ലു, അത് മതി, അത്രയേ ഉള്ളൂ. അത്രയായാലും മതി. കാര്യം ഞങ്ങളോട് എന്തൊക്കെ പറഞ്ഞു, ഇന്നിപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? 1, 8 മണിക്കൂർ ഉറങ്ങുന്ന മൊബൈൽ ഓഫ് ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക. 10 മണിക്കൂർ മൊബൈൽ ലീവ് കൊടുക്കുക. ഇന്ന് പുറത്തു പോവുക. നമ്മളെ ഭാര്യയിലേക്ക്, നമ്മളെ കുട്ടികളിലേക്ക്, നമ്മളെ വീട്ടിലേക്ക് ഒക്കെ തിരിച്ചു മടങ്ങുക. നമ്മളെ കുട്ടികളോട് നല്ല വാക്ക് പറയുക. അവരിപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ എന്നൊക്കെ അന്വേഷിക്കുക. അവസാനത്തെ ഭക്ഷണം കഴിയെങ്കിൽ ബാപ്പയും മക്കളും കൂടെ കഴിക്കുക. ഒരു ദിവസത്തെ ഒരു നേരത്തെ ഭക്ഷണം. രാവിലെ എല്ലാവർക്കും ധൃതിയിലോടേണ്ടി വരും, മനസ്സിലായി? രാത്രി ഭക്ഷണം എല്ലാവരും കൂടെ കഴിക്കുക. നിങ്ങളുടെ വർത്തമാനങ്ങൾ പറയുക. അങ്ങനെ കാലം എൻ്റെ കുട്ടിക്കാലത്തുണ്ട്.
ഒരു ഭക്ഷണം എല്ലാവരും കൂടെ കഴിക്കും. ഇന്ന് അങ്ങനത്തെ ഒരു സംവിധാനമല്ല. ബാപ്പ തിന്ന് വരിക്ക് വരിക, ഞാൻ അവൾ തിന്നു. അത് പറഞ്ഞോടുകൂടെ അത് ഉണ്ടാക്കി വെച്ച പെണ്ണിൻ്റെ മനസ്സിൽ ഇത്ര വേദന. ബാപ്പ പുറത്തുനിന്ന് തിന്നു വരും, ഭർത്താവ് പുറത്ത് നിന്ന് വരും, ഭാര്യയെ പരിഗണിക്കൂല. ഈ പെണ്ണ് ഇയാൾ കഴിക്കാൻ വേണ്ടിയിട്ട് അത് ഉണ്ടാക്കി വെക്കുക. ഇത് അങ്ങനെ തന്നെ. അപ്പം അത് ശ്രദ്ധിക്കണം. അതെല്ലാവരും കൂടി എന്തൊക്കെ വർത്തമാനങ്ങൾ. ആദ്യം കുറേ കുറ്റപ്പെടുത്തലൊക്കെ നിങ്ങൾ കേൾക്കേണ്ടി വരും. നിങ്ങളിപ്പോൾ ചോദിക്കൽ തുടങ്ങിയില്ലേ? കുറച്ച് അതോടുകൂടെ നിർത്തണ്ട. ഒരു ശിക്ഷയെ കണക്കുട്ടിയാൽ മതി. നിങ്ങളിപ്പോൾ വർത്താനൊക്കെ പറയല്ലോ. നിങ്ങൾക്ക് നാവുണ്ടോ? ഞങ്ങൾക്ക് നാവ് നിങ്ങളെ കെട്ടിയ കാലത്തൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്ന് തോന്നി. പിന്നെ നിങ്ങളെ നാവ് ഇറങ്ങിപ്പോയിട്ടുണ്ടാവും എന്ന് തോന്നിപ്പോയി. വലിയ വലിയ മുദ്രാവാക്യമൊക്കെ വിളിക്കുന്ന ആളല്ലേ. ചിലപ്പോൾ ആര്യക്കോട് ജംഗ്ഷനിൽ നാവ് വീണ് പോയിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ വിചാരിച്ചു. നിങ്ങളിപ്പോൾ തൽക്കാലം വർത്താനം പറഞ്ഞാൽ എനിക്ക് നേരില്ല, എനിക്കും നാവില്ല നിങ്ങളാണ് വിചാരിച്ചാൽ. അപ്പം പിന്നെയും രണ്ടാമത്തെ പിന്നെയും കൂടണം. സാരല്ല, അങ്ങനെയൊക്കെ ചിന്തിച്ച് വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ ദിവസം ശീലം നന്നാക്കേണ്ടി വരും. കാരണം ഇല്ലാത്ത നാവുകൊണ്ട് പുറത്തേക്ക് വരില്ലേ, കുറച്ച് ഇടങ്ങേറുണ്ടാവും. പിന്നെ ക്ലിയറാവും. കുട്ടികളോടൊപ്പം ഒക്കെ പറയണം വർത്താനം. അവർ ചെറുതാണെങ്കിലും അവരുടെ സംവേദനക്ഷമത വളരെ വലുതാണ്. അപ്പോൾ അവരെ നമ്മൾ പരിഗണിക്കണം. എല്ലാവരും പരിഗണിക്കണം. കുട്ടികളൊക്കെ പരിഗണിക്കുക. ചെറിയവരെ പരിഗണിക്കുക, വലിയവരെ പരിഗണിക്കുക, ആൺകുട്ടികളെ പരിഗണിക്കുക, പെൺകുട്ടികളെ പരിഗണിക്കുക. ഭാര്യയും മക്കളും എല്ലാവരും കൂടിയിരിക്കുക. ഉപ്പയും വേണ്ടെങ്കിൽ എല്ലാവരും കൂടിയിരിക്കുക. എല്ലാവരും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക, റായത്തിൽ ഭക്ഷണം കഴിക്കുക. അപ്പോൾ അതിൻ്റെ സന്തോഷം. ഉപ്പാക്ക് ഭക്ഷണങ്ങൾ ഇട്ട് കൊടുത്തു, ഉമ്മാക്ക് ഭക്ഷണങ്ങൾ ഇട്ട് കൊടുത്തു, അല്ലെങ്കിൽ ഉമ്മങ്ങൾക്ക് ഇട്ട് ഭക്ഷണം ഇട്ടൊന്നു. ഈ ലോകം എന്തെങ്കിലും സംഭവിച്ചു പോയ ഒരു കാര്യത്തെ തിരിച്ചു കൊണ്ടുവരാൻ അള്ളാഹു എനിക്ക് അവസരം തന്നാൽ ഞാൻ എൻ്റെ ഉമ്മാനി ബാപ്പാനെ തിരിച്ചു കൊണ്ടുവരും. അങ്ങനത്തെ ഒരു മുതൽ ഇനിയില്ല. അത്ര മുതൽ അത് നമുക്ക് മനസ്സിലാവില്ല. നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളെപ്പോലെ തന്നെ ഞാനും. എനിക്ക് വാപ്പാൻ്റെ വില എന്താണെന്നറിയില്ല. മരിച്ചു, അപ്പം മനസ്സിലായി എൻ്റെ വില എത്രയാണ്. നിങ്ങൾക്ക് 10,000 കോടി കിലോ ഒരാൾ സ്വർണം തരലും നിങ്ങൾ വാപ്പാനെ തിരിച്ചു തരലും നോക്കിയാൽ നല്ല വാപ്പാനെ തിരിച്ചിട്ടില്ല. ദാരിദ്ര്യത്തിൽ വാപ്പാനോടുകൂടെ ജീവിക്കുക. ഈ 10 കോടി സ്വർണം കിട്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ചുക്കം കിട്ടാനില്ല. അതേസമയം വാപ്പ കിട്ടിയാൽ നിങ്ങൾക്ക് എല്ലാം കിട്ടി. വാപ്പ വാതിൽക്കലുണ്ടാൽ മതി, ഒന്നും കിട്ടൂല. ഇത് സത്യമാണിത്. നാണോ അല്ലേ? സത്യമല്ലേ? 100 വട്ടം സത്യം, 100 വട്ടം സത്യം. അവരെ ബറക്കത്തിൽ ജീവിക്കുക. അവർക്ക് എന്നും സുബഹിസ്കരിച്ചിട്ടും എല്ലാം നേരത്തെ അവർക്ക് ദ്വാരക്കുക, താജുസ്കരിച്ച് ദ്വാരക്കുക. അപ്പോൾ അവരുടെ ആ ശക്തി നിങ്ങളെ കൂടെ ഉണ്ടാവും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ വാപ്പാനും ഉമ്മാനെയൊക്കെ കൂടെ ഉള്ളവരെന്ത് ചെയ്യുക? എനിക്ക് തൗഫീഖൊന്നുമില്ല, കൂടെ ഭക്ഷണം കഴിക്കുക. ഒരു നേരത്തെങ്കിലും മക്കളുടെ ഭാര്യയുടെ എല്ലാ വിഷമങ്ങളും നമ്മൾ കേൾക്കുക. അങ്ങോട്ട് പറയുക, ഇങ്ങോട്ട് കേൾക്കുക. അവരൊക്കെ നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. അതിന് മൊബൈൽ ഭാഗത്ത് വെക്കണം. മൊബൈൽ ഓഫ് ചെയ്യലേ അതിന് കഴിയുള്ളൂ. മറ്റേ ഒരു അത്യാവശ്യമായിട്ട് ഒരു മെസ്സേജ് വിടാണ്ട് അറിയും. മനസ്സിലായില്ല? അതിന് 8 മണി മൊബൈൽ ഓഫ് ചെയ്തു. ഭക്ഷണം കഴിക്കുന്ന ഞാൻ അതിൻ്റെ ശേഷം ആക്കിക്കോ മുമ്പാക്കൽ 9 മണിക്ക് മുമ്പ് ഭക്ഷണം കഴിച്ചു പോകണം. എല്ലാവരും കൂടി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു. പെട്ടെന്ന് കൈ കഴുകി ഉറങ്ങി. ദിക്റല്ലേ, അതിൻ്റെ ദിക്റൊക്കെ ചൊല്ലി വേഗം കിടന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹു തൗഫീഖ് തരട്ടെ. സന്തോഷമായി ജീവിതത്തിന്. അത്ര തന്നെ കുറേ പ്രശ്നങ്ങൾ നമ്മൾ ഉണ്ടാക്കുകയാണ്. അവരെല്ലാം നമ്മൾ ഈ കൊല്ലം നമുക്ക് ഒരുപാട് നന്മകൾ തിരിച്ചു കൊണ്ടുവരണം. നമ്മൾ ജീവിതം 1 8 മണിക്ക് മൊബൈൽ ഓഫാക്കി, 10 മണിക്കൂർ മൊബൈൽ ഓഫായിരിക്കണം. 2 എല്ലാവരും കാക്കകൾക്ക്, ഒരു ജീവികൾക്ക് എപ്പോഴും ഭക്ഷണം കൊടുക്കുക. കാക്കയെ തിരഞ്ഞെടുക്കുന്നത് വളരെ നല്ലതാണ്. കാക്ക നമ്മുടെ ആദ്യത്തെ മുഅല്ലിമാണ്. ഇന്ന് ലോകത്ത് ഏതൊരാളെ മറവ് ചെയ്യുന്നുണ്ടെങ്കിലും അടിസ്ഥാന കാരണക്കാരൻ അത് കാക്ക മനുഷ്യനെ പഠിപ്പിച്ച വിവരമാണ്, ഖുർആനിലുണ്ട്. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞ 3ാമത്തെ കാര്യം എന്താണ്? മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റാതെ വുളൂ ചെയ്യരുത്. അത് ശക്തിയായ സുന്നത്തുമാണ്. അത് നമ്മുടെ ആരോഗ്യത്തിൻ്റെ മർമ്മമാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ.